ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മൾ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 കടന്നു പോവുകയാണ്. ധ്യാന വിഷയമാക്കുകയാണ് വിചിന്തനത്തിലെ. ഇന്ന് നമ്മൾ വായിക്കുന്നത് പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നു. 21 മുതലുള്ള തിരുവചനങ്ങൾ. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവരെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവർ, നസ്രായനായ യേശുവേ, നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അലറി. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇത് എന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ! അശുദ്ധാത്മാക്കൾ പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഗലീലിയിലെ സമീപ പ്രദേശങ്ങളിലും പെട്ടെന്ന് വ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ പിശാച് ബാധനെ സുഖപ്പെടുത്തുന്നെന്ന് പറയുമ്പോൾ, പിശാചുക്കൾക്ക് പോലും ദൈവം ആരാണെന്നറിയാം. യേശു ക്രിസ്തു ആരാണെന്ന് പിശാചുക്കൾ പോലും അറിയാം. എന്നാൽ മനുഷ്യൻ അറിയുന്നില്ല. അവൻ പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണെന്നാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നാണ് പിശാചുക്കൾ പോലും അലറി വിളിക്കുന്നത്. അവരോട് നിശബ്ദരായിരിക്കുവാനായിട്ട് കർത്താവ് കൽപ്പിക്കുകയാണ്. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. യേശു ആരാണെന്ന് പിശാചുക്കൾ അറിയുന്നു, എന്നാൽ മനുഷ്യൻ അറിയുന്നില്ല. ഇത്രയും വലിയ ദൈവത്തിൻ്റെ പരിശുദ്ധൻ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. സിസ്റ്റർ ഓർക്കയാണ് തൊഴുപാടം സിസ്റ്ററുടെ ധ്യാന കേന്ദ്രത്തിൽ 10 വർഷമായി. ഇപ്പോൾ 11ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ എല്ലാ മാസവും ത്രിദിന ധ്യാനമുണ്ട്. ആ ധ്യാനത്തിലെ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ ഓർക്കയാണ് അവിടെ ധ്യാനിക്കാൻ വന്നതിലെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ഒരു മകൻ്റെ ശിരസിലെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അലറുകയാണ്. അലറ് തന്നെയല്ല, വട്ടം തിരിയ കിടന്ന് തല വട്ടം പിടിച്ച് ആടുന്നു, അലറുന്നു. ഒരു ജാതി എന്താ പറയുക, പെരുമാറ്റം, ഒരു അസാധാരണമായ പെരുമാറ്റങ്ങൾ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി ആവശ്യിച്ചുകൊണ്ട് സിസ്റ്റർ അവനോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിക്കുക. ഇത് ശരിക്കും നടന്ന സംഭവം. ഉച്ചസ്വരത്തിൽ പറഞ്ഞു, ഞാൻ ലഗിയോനാണെന്ന്. അന്നാണ് ആദ്യമായിട്ട് സിസ്റ്ററിന് ഇങ്ങനെ ഈ പിശാച് ബാധിതരെ കിട്ടുന്നു. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി? 7 വർഷമായി ഞാൻ ഇവനെ കൊണ്ടേ പോകൂ, അങ്ങനെയാണ് പറയുന്നത്. 7 വർഷമായി ഞാൻ ഇവനിൽ ആവസിച്ചിരിക്കുന്നു, ഞാൻ ഇവനെ കൊണ്ടേ പോകൂ. പിന്നീട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രേക്ഷിതരി സിസ്റ്റർ ചുറ്റും നടന്നുകൊണ്ട്, സിസ്റ്റേഴ്സ് എല്ലാം ചുറ്റും നടന്ന് ഈ മകൻ്റെ ചുറ്റും നടന്ന് അവന് രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അവനവിടെ 3ാം തവണയാണ് ധ്യാനിക്കാനായിട്ട് വരുന്നത്. എന്നിട്ടും ഒരു വിടുതൽ കിട്ടാണ്ട് അവൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസ പ്രമാണം ചുറ്റും നടന്ന് ചൊല്ലി ഒരുപാട് ബഹിഷ്കരണ പ്രാർത്ഥന, ഇതാ കർത്താൻ്റെ കുരിശ്, മിക്കൽ മാലാഖയുടെ പ്രാർത്ഥന എല്ലാം ചൊല്ലിക്കേട്ട് അലറി അവൻ അവിടെ താഴെ നിലംപതിക്കുകയാണ്. ഇവിടെ പറയുന്ന എല്ലാ അടയാളങ്ങളും ഞാൻ അവിടെ കിട്ടും. അവനെ തള്ളി താഴെയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. അന്ന് ഞങ്ങൾ ശരിക്കും അത് കണ്ടു, അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ശരി, അന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു. ആ മകൻ ഇപ്പോൾ വളരെ ഇതായി, അവൻ ഗൾഫിൽ പോയി വളരെ സന്തോഷമായിട്ട് ഭാര്യയോടൊത്ത് ജീവിക്കുന്നു. ആ അവസരത്തിൽ ഭാര്യ പോലും അവനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസരമായിരുന്നു അത്. അപ്പോൾ അശുദ്ധാത്മാവ് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, അശുദ്ധാത്മാവ് ബാധിച്ച് ആ മനുഷ്യനെ കണ്ടു. അവരുടെ പെരുമാറ്റം, അതായത് പരിശുദ്ധാത്മാവ് വിട്ടുപോയിട്ട് ദുരാത്മാവ് പിടികൂടുമ്പോൾ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. അതിനിടയിൽ തന്നെ യേശുവേ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനല്ലേ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും ദാഹിച്ച് പ്രാർത്ഥിക്കണം.
പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കണം. അതാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 21 മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക്